ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പായസം ഉണ്ടാക്കിയാലോന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏത്തയ്ക്ക പായസം കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ഏത്തപ്പഴം എടുത്തത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഒരു പകുതി ശർക്കര എടുത്ത് ഉരുക്കി വെച്ചു. ഒരു കവർ പാലും വെള്ളവും കൂടെ എടുത്ത് കാച്ചി വെച്ചിട്ട് കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായിട്ട് കലക്കി വെച്ച് നമുക്ക് പായസത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് 2 സ്പൂൺ നെയ്യിൽ നമുക്ക് ഏത്തപ്പഴം വഴറ്റിയെടുക്കാം. ഇവിടെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനിയില്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി നല്ല ശർക്കരയ്ക്കകത്ത് ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. ആ പരുവം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം, ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം, ഒരു 1/4 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ഇടുമ്പോഴത്തേനും മധുരം ഒന്ന് ബാലൻസ് ആവും. കുറച്ച് ജീരകപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കിത് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇത് അടിക്ക് പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം പഴമല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പായസം നേരത്തെ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. എൻ്റെ കല്യാണത്തിന് മുന്നേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമല്ല, ഞാൻ കുടിക്കത്തില്ലായിരുന്നു. എനിക്കെന്തോ പഴത്തിൻ്റെ പായസമാണെന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കും. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും, ചിലപ്പോൾ വൈകിട്ടത്തിനൊക്കെ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റ്. എൻ്റെ മോളും കുടിക്കും, എല്ലാവരും കുടിക്കും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അരിപ്പൊടിയല്ലേ, കുറുക്കം വരും. അപ്പോൾ അടുക്കി പിടിച്ചാൽ കരിഞ്ഞു പോകും, കാരണം ശർക്കര എല്ലാം കൂടെ അല്ലേ, പഴവും ഒക്കെ ആയതുകൊണ്ട് ഇളക്കി നമ്മളിത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നല്ല കുറുക്കും ഒക്കെ ആയിട്ട് നല്ലൊരു കളറും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരുന്ന പാലില്ല, ആ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് തീ ഓൺ ചെയ്തിട്ട് നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മീൻസ് ഒരുപാട് വെട്ടി തിളക്കണ്ട, എല്ലാം വെന്തതാണല്ലോ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യിൽ വറുത്തതും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഏത്തയ്ക്ക പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കുടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ചിലപ്പോൾ തണുത്തിട്ട് കുടിക്കും ഞാൻ. രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് പോയി ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.